നമ്മുടെ വീട്ടിലുണ്ട് സംസാരിക്കുന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പൊ 6 വർഷമാവും. ഓഹോ, ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 7 വർഷമായി. 7 വർഷത്തിൽ 4 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നാ പറയുന്നത്. മല്ലു ഫാമിലി പിരിഞ്ഞു കേട്ടോ, രണ്ടുപേരും അടിച്ച് പിരിച്ച്, രണ്ടുപേരും ഇൻസ്റ്റഗ്രാമിൽ ഓരോ പോസ്റ്റ് വിട്ട് ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ബന്ധം വേർവിട്ടു, ഇനി സെപ്പറേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നേ. ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. സുജിൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഓട്ടോ ഡ്രൈവർ ആയിരുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ വളച്ച് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2 കുട്ടികളായി 7 വർഷമായപ്പോ അവര് ബന്ധം വേറിട്ടു. ഇതിന് എന്താണ് ഗുണപാഠം എന്നറിയോ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫാമിലി വ്ളോഗേഴ്സും ഒക്കെ അടിപൊളിയാണ്, അവർ റിയൽ ലൈഫിൽ അതാണ് എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് എന്നാണ് ഗുണപാഠം. രണ്ടാമത്തെ ഗുണപാഠം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രേമിക്കുമ്പോ ചക്കര തേനെ പാലേ എന്നൊക്കെ വിളിക്കും, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നുള്ളതാണ്. 2 പേർക്ക് അങ്ങ് മടുത്തു എന്നാ പറയുന്നത്. ജീവിതം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ആ ഒരു സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ വീട്ടുകാർ പോലും ചിന്തിക്കുന്നുണ്ടാവും, ആ വിവാഹവും കഴിച്ചു, കുഞ്ഞുമായി, അവസാനം 2 വേർവിട്ട് പോയല്ലോ, നമ്മൾ അന്ന് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സുജിൻ കുറെ എക്സ്പ്ലനേഷൻ ഇട്ട് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കാണാം. എന്തുകൊണ്ട് നല്ല സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു. അങ്ങനെ എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ. പോസ്റ്റൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അതെന്താണ്, ഫണ്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസ ഉണ്ടാക്കിയല്ലോ ആളുകളെ പറ്റിച്ചിട്ടല്ലേ. ചില കമന്റ് ബോക്സിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ ഇല്ലീഗൽ ആയിട്ടുള്ള ഗെയിമിംഗ് ആപ്പുകൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നു. ഒരുപാട് യൂട്യൂബർമാർ അതിനെതിരെ ശബ്ദിച്ചിരുന്നു. എസ് അഭിജിത്തിനെ പോലെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇയാളുടെ ID വരെ പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അന്ന് ഇയാൾ ഒരുപാട് ആളുകളെ കണ്ണുനീരിന്റെ മുകളിലായിരുന്നു ഫണ്ട് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പൊന്നൂസ് എന്ന് പറയുന്ന ഇവരുടെ ഭാര്യയ്ക്കും അത് താല്പര്യം ഇല്ലായിരുന്നിരിക്കാം, പറഞ്ഞിട്ടുണ്ടാവാം. പണത്തിന്റെ മുകളിൽ കുമിഞ്ഞണ്ട് ചാടി മറയുന്ന ആളാണേ. യൂട്യൂബർമാർ അത്രമാത്രം ഇതിനെതിരെ സംസാരിച്ചിട്ടും തെളിവിട്ട് കൊടുത്തിട്ടും 962 ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലും ഇയാൾ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു നിരന്തരം അത്തരം പ്രൊമോഷൻ ചെയ്തിരുന്നത്. ഫണ്ട് അത്യാവശ്യം നല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ പൈസ കുറച്ച് കൂടുതൽ കിട്ടുമ്പോൾ അഹങ്കാരം വരുമെന്ന് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇവന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ചെയ്യുന്നില്ല വീഡിയോ. പക്ഷേ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും കമൻസ് ഇടുന്ന ആളുകളുമായിരുന്നു, അത് ഞാൻ പ്രാങ്ക് ചെയ്യാണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇത് വെച്ചിട്ട് ഞാൻ അന്ന് വീഡിയോസ് ഉണ്ടാക്കാന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിനെപ്പറ്റി ചില ആൾക്കാർ പറയുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞോട്ട് എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണം അന്നത്തെ ഇതിൽ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ അതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ അതല്ല, സ്വന്തം ഭാര്യക്ക് അവിഹിതമുണ്ട് എന്നാണ് അന്ന് ഇയാളിട്ട ഒരു തമ്പനയില് കേട്ടോ. ഇതൊക്കെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ടാവില്ലേ. പണം ഉണ്ടാക്കാൻ എന്ത് തേർഡ് റേറ്റ് പരിപാടിയും ചെയ്യുമെന്ന് അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ ഞങ്ങൾ ബന്ധം വേറിടുകയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പറ്റും കൂടെ സന്തോഷം ഉണ്ടായിട്ടുണ്ടാവുക. നിങ്ങൾ പറയുന്നത് ഒരു കൂട്ടം ആളുകൾക്ക് സന്തോഷം ഉണ്ടായി, അവരിങ്ങനെ കമന്റ് ബോക്സിൽ എന്തൊക്കെയാ പറഞ്ഞല്ലേ. നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിടുന്നത്? തൊപ്പിയും തൂറിയതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ബ്ലോഗർമാരുണ്ട്, അങ്ങനെ ഫാമിലി വ്ളോഗേഴ്സ്, എല്ലാതും കൊണ്ടുപോയിട്ടാണ്ട് യൂട്യൂബിലാണ്ട് കൊടുത്ത് നിറയ്ക്കും. പിന്നെ അവസാനം കുറെ മാങ്ങാത്തൊലി എക്സ്പ്ലനേഷൻ ആയിട്ടുണ്ട് വരും ചെയ്യും. എന്തിനാടാ ഇതിന്റെയൊക്കെ ആവശ്യം എന്തിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇവർ 2 പേരും ഒരു പോസ്റ്റർ ഇട്ടു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിഞ്ച് ഇനി ഒരു പരിപാടി ഇല്ലട്ടാ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇടുക. പിന്നെ ഇവർ ബാധ്യസ്ഥരാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറയാന്. കാരണം അത്രമാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ഇവർക്ക്. ഇവരുടെ ഇങ്ങനെ തൊലിഞ്ഞ വീഡിയോ കാണാൻ വേണ്ടി പോയിരുന്നവരല്ലേ, പറഞ്ഞു കൊടു. പിന്നെ ചിലർ പറയുന്നത് നിങ്ങൾ മറ്റേ പെട്ടെന്നെടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം ചെയ്ത് ജീവിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ അടി പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പെട്ടെന്നെടുത്ത തീരുമാനമല്ല എന്ന് മനസ്സിലായി. ഏകദേശം 1-2 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ്, വെറൈറ്റി മീഡിയയിൽ ഇന്റർവ്യൂ ഇവർ പറയുന്നതാണ്. അതായത് പൊന്നൂസ് പറഞ്ഞ വാക്കാണേ, 4 വർഷമായിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോയി എന്നുള്ളത്, അതിന്റെ ഇടയിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അടിപൊളി. ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രേമം? ഞാൻ കണ്ട ഒരുപാട് പ്രണയങ്ങളുണ്ട്. ആ പ്രണയങ്ങളിലൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാ. ചില ആളുകൾ മാത്രമാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് പ്രേമിക്കുന്ന ആളുകൾ. പ്രേമിക്കുന്നു, കല്യാണം കഴിക്കുന്നു, യൂട്യൂബ് ഉണ്ടാക്കുന്നു, ഇൻഫ്ലുവാണങ്ങളാവുന്നു, ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു, അവസാനം
പിരിയുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇപ്പൊ നമുക്കെന്നറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസൊക്കെ തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാൻ അവളുമ്പാട് തന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പൊ പിന്നെ കരയില്ലടാ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പുറത്തെടുത്താ. എടാ പൊന്നൂസ് എന്നാണോ അമ്മൂസ് എന്നാണോ പേര് കണ്ടിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം ഞാൻ അവരെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് വൈറലായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ എടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അതിലൊരു മെസ്സേജ് ഉണ്ട്, പ്രേമിച്ച് പിന്നാലെ നടക്കുമ്പോ പാലേത്തേനെ, കല്യാണം കഴിഞ്ഞിട്ട് രുചി അറിഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില്ല അല്ലെ, അങ്ങനെ ഒരു പാടുണ്ടല്ലോ, അത് മനസ്സിലാക്കണം. പിന്നെ മാതാപിതാക്കളെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് അപ്പൊ കാണുന്ന ആളുകളുടെ കൂടെ ഒളിച്ചോടുന്ന ആളുകൾക്ക് ഒരു പാഠമായിരിക്കട്ടെ. ഇവിടെ തിരിച്ചു വന്നപ്പോ സ്വീകരിക്കാൻ ആളുകളെങ്കിലും ഉണ്ടായി, മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ പറയാം, അതിൽ അവളെ മോശക്കാരിയാക്കിയിട്ട് മറ്റേ കുറെ വീഡിയോസുകളുടെ ഇതും അതുപോലെ തന്നെ കമന്റ്സുകളൊക്കെ കണ്ടു. അപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാൻ കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ്, അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഒരുപാട് കമന്റ്സുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ എന്തിനാടാ കുറ്റപ്പെടുത്തണേ? നീ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലെ. ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. തമ്മിൽ ഉണ്ടായിരുന്നു പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട്. അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ ഇടുന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തമ്മിൽ ഇട്ടു? അത് ഞാൻ പറയാം, ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും ഈ തമ്പലിനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ്. എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല. പ്രണയിച്ച് ജീവനതുല്യം പ്രേമിച്ച് കല്യാണം കഴിച്ച പെൺകുട്ടിയെ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമാണെന്ന് അത് ഏതൊരു മനുഷ്യനും മനസ്സിലാവും. ഇവന് യാതൊരു വിധ ജാള്യതയും ഇല്ലാത്ത മനുഷ്യനാണ്. അന്ന് ഇവൻ ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ കരഞ്ഞു പറഞ്ഞില്ലേ, വീഡിയോ ചെയ്തില്ലേ, അന്നൊക്കെ വെല്ലുവിളികളായിരുന്നു എന്നുള്ളതാണ്. ആ വെല്ലുവിളികൾക്കൊക്കെ ഉള്ള മറുപടി കാലം തന്നു എന്ന് പറയേണ്ടി വരും. കർമ്മയാണ് കിട്ടിയതെന്ന് എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. ആ ID പോയിട്ടുണ്ടായിരുന്നു, തിരിച്ച് കിട്ടിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, ജനങ്ങളെ ഇങ്ങനെ കണ്ണുനീരിൽ ആഴ്ത്തിയ ഫണ്ട് കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വലിയ ഉളത്തര. പിന്നെ ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഓരോരോ ആളുകൾ, ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കാണാനാണ് ഒരുപാട് ആളുകൾ ഉള്ളത്. അവരെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ അവരിടും, അത് കണ്ട് അഭിപ്രായം പറയലും എന്തൊക്കെയാണ് ഇവിടെ എത്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും എന്നറിയോ? അതൊന്നും അറിയണമെന്നില്ല. ഇങ്ങനെ കുറെ ഊളത്തരങ്ങൾ കാണണം, അത്ര തന്നെ. അങ്ങനെയല്ല, നമ്മൾ സെപ്പറേറ്റഡ് ആണ്. കാരണം അവൾ ഞങ്ങൾ അവിടെ ഏകദേശം തോന്നുന്നു 3 മാസം 4 മാസത്തിനടുത്തായി അവളെ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ ഏറ്റവും ഒരു പോയിന്റ് കിടക്കുന്നത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികൾ എൻ്റെ ഒപ്പാണ്. അതുപോലെ തന്നെ ഒരു ടൈം ആകുമ്പോൾ അവളെടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇത് കഴിഞ്ഞാൽ അവളൊപ്പം ഉണ്ടാക്കും. കുട്ടികളുടെ കാര്യത്തിന് കൂടി ഞാൻ അവൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അവൾ വിളിക്കാതിരിക്കുക, ശത്രുക്കളോ അങ്ങനെയൊന്നുമില്ല. വിളിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. ഒരേപോലെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവൾ തമ്മിലില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവൾ ഇനിയും ചിലപ്പോൾ ഒരുമിച്ചൊക്കെ നമ്മൾ കണ്ടേക്കാം. ഓക്കെ, പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അവളെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുക. പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞില്ല നമ്മൾ ശത്രുക്കളായിട്ടോ. ഇപ്പോൾ ഞാൻ പറയാം, ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അടിപിടി പ്രശ്നങ്ങൾ. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ അങ്ങനത്തെ പ്രശ്നത്തേക്ക് പോവാതെ എന്തായാലും നല്ല കാര്യമാണ് ചെയ്തത്. കാരണം തമ്മിൽ തല്ലിയിട്ടൊന്നും ഇല്ലല്ലോ, അതിന് വലിയ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഓക്കെ. ഇവിടെ ഇപ്പോ ഒളിച്ചോടി വരുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തിരിച്ചു വരുമ്പോ ആക്സെപ്റ്റ് ചെയ്യാനില്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താവും? ഇങ്ങനെ ഒരു അവസ്ഥ എന്റെ നാട്ടിൽ നടന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ. ഒരു പെൺകുട്ടി ഇതേപോലെ ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലായി. ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായി, ജാതി പ്രശ്നം കാര്യങ്ങളൊക്കെയാണ്. അവരൊരുമിച്ച് ജീവിച്ചു, ഒരു കുഞ്ഞുണ്ടായി. പിന്നീട് ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ ബന്ധം വേറിട്ടു. കുഞ്ഞിനെ ഭർത്താവിനെ ഏൽപ്പിച്ച് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി, സ്വന്തം വീട്ടിൽ കയറ്റില്ല. അതുകൊണ്ട് തന്നെ അനാഥാലയത്തിൽ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ വലിയ ഭാഗ്യമാണ് എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളും ഇവരുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും രണ്ടാണെന്നുള്ള ഒരു ചിന്താഗതി ഇവിടെയുള്ള ആളുകൾക്ക് വേണം. നമ്മൾ സീരിയൽ കാണുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇവർ അഭിനയിക്കുകയാണ്, അല്ലാതെ ഇവർ സത്യസന്ധമായിട്ടൊന്നല്ല നിൽക്കുക. അവർക്ക് വേണ്ടത് ഫണ്ടാണ്. ആ ഫണ്ട് ഉണ്ടാക്കാൻ ചിലപ്പോൾ എന്തു ചെയ്യുന്നുള്ളതാണ്. ഭാവിയിൽ ചിലപ്പോൾ ഇവരെ ഒന്നിച്ച് കണ്ടാലോ എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഒരു മുൻകൂർ ജാമ്യാണെന്നുള്ളതാണ്. ഭാവിയിൽ ചിലപ്പോൾ ഒരുമിച്ച് തന്നെ അവർ കൂടും. ഇപ്പൊ നിയമപരമായിട്ട് വേർപെട്ടിട്ടൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ പോകുന്നുണ്ട്, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ കഥ, ഭാവിയിൽ ആ കുട്ടികൾ ഇവർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ കുട്ടിയുടെ അവസ്ഥ എന്താവും? ഭാവിയിൽ ചിലപ്പോൾ ആ ഒരു പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിച്ചു പോയാലും കുട്ടികളുടെ അവസ്ഥയിൽ വലിയ ബാധിക്കില്ലേ? അപ്പൊ കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പറ്റിക്കുന്ന ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഇയാള്.
ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തിരിച്ച് നല്ല ഡയലോഗ് അടിക്കുന്ന ഒരാളാണ്. തന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ ഒരിക്കലും തയ്യാറല്ലാത്തൊരു മനുഷ്യനാണ്. ഓട്ടോ ഡ്രൈവർ ആയിരുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നു. യൂട്യൂബ് വഴിയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അതിൽ തന്റെ ഭാര്യയും അമ്മയും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു ഫാമിലി വ്ളോഗ് ആയിരുന്നു കൊണ്ടുപോയിരുന്നത്. ഒരുപാട് നല്ല രസകരമായ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. പിന്നീട് എവിടെയോ താളം തെറ്റി ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആപ്പുകളും കാര്യങ്ങളും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പല കമ്പനികളും അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടില്ലേ, അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഭാര്യയുടെ അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോന്നിട്ടിരുന്നത്. അങ്ങനെ കുറെ ഉള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പാടെ ദൈവം കൊടുത്തൊരു പണി എന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേറിട്ട് പോകരുതേ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നിർവാഹമില്ലേ ഒരു വിഷയത്തിൽ നിന്ന് അവർ തന്നെ ഉറപ്പ് പറയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ലൈഫ് എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ തീരെ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് അവരുടെ ഇന്റർവ്യൂ തന്നെ കിടക്കുന്നുണ്ട് 4 വർഷമായി ഒരു ബന്ധമില്ല എന്നുള്ളത്. ഇനി നമ്മൾ കൂടുതലായിട്ട് എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. കാരണം ഇവൻ ഇല്ലീഗലായ ആപ്പുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിരുന്നു. ഒരുപാട് ആളുകളുടെ കണ്ണുനീര് വീണ ഫണ്ട് പോക്കറ്റിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഭാര്യ എതിർത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫണ്ട് എന്നിട്ട് കേൾക്കുമ്പോൾ അത് കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോ അതങ്ങ് കലഹമായിട്ടുണ്ടാകാം, വേറിട്ട് പോയിട്ടുണ്ടാകാം. ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ ഈ വീഡിയോ റിയാക്ട് ചെയ്ത് കഴിഞ്ഞതാ. ഞാനത് ഒഴിവാക്കിയ കേസാ. പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി. ഈ ഫാമിലി വ്ളോഗേഴ്സും നാടകവും അതേപോലെ തന്നെ ഈ പ്രണയവും ഇവിടെ ഒരുപാട് ആളുകളുടെ കണ്ണുനീര് വീഴുന്ന ഒരു കാര്യം കൂടിയാണ് നടന്നത്. അച്ഛനെയും അമ്മയെയും ധിക്കരിക്കുന്നു. ഇന്ന് കണ്ട ആ ആണിന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുന്നു. നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല രീതിയിൽ ജീവിക്കുന്നു. പെട്ടെന്ന് പൊടുന്നനെ ബന്ധം വേറിടുന്നു. ചുമരിലേക്ക് എറിഞ്ഞ പന്ത് പോലെ, നമ്മൾ ചുമരിലേക്ക് പന്ത് എറിഞ്ഞ എന്താ അവർ ഇട്ട മന്ന് നെഞ്ചത്തടിക്കില്ലേ, അതേപോലെ തിരിച്ചങ്ങ് പോവുക എന്നുള്ളതാണ്. ആ വീട്ടുകാർക്ക് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ജീവിതം. ഒരു കുട്ടിക്കളിയായിട്ട് ആരും എടുക്കരുത്. ആരെ പ്രേമിച്ചാലും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ പ്രണയം ജെനുവിൻ ആയിരിക്കണം. തനിക്കൊരിക്കലും ഒരു പണി കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. തന്റെ മാതാപിതാക്കളെക്കാൾ നന്നായിട്ട് അവരെന്നെ നോക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. അല്ലാത്ത പക്ഷം ഇതേപോലെ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ട്രെൻഡിങ് വേറെ ഒന്നുണ്ട്, പ്രേമിക്കുക, ഒളിച്ചോടുക, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഇൻഫ്ലുവാണങ്ങളാവുക. അത് തന്നെ നല്ല പരിപാടിയാണ്. ജീവിക്കാനുള്ള വകുപ്പ് അതിന് തന്നെ കിട്ടുമല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധ്യ ഇവിടെ പോൾ സൈനിങ് ഓഫ്.